ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 9-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ആവർത്തന പുസ്തകം 3-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ രസകരമായിരിക്കുന്ന എന്നാൽ വളരെ സങ്കടകരമായിരിക്കുന്ന അനുഭവമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഹാനും സൗമ്യനുമായ മോശ ദൈവത്തോട് ചോദിച്ച കാര്യങ്ങളിൽ ഒരുപക്ഷെ ഒരു കാര്യം ഒഴികെ എല്ലാം ദൈവം അവന് നൽകിയിരുന്നു. മോശയുടെ പ്രാർത്ഥനയിൽ മോശ ചോദിച്ച ഒരു കാര്യം ദൈവം അനുവദിച്ചില്ല. അതാണ് ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ 25-26 വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ കടന്നു ചെന്ന് യോർദാനക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചു, എൻ്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട് മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. പിസ്കയുടെ മുകളിൽ കയറി വേണേ ഒന്ന് കണ്ടോളാൻ പറഞ്ഞു. ഒരു മഹാനായ മനുഷ്യൻ, ഒരു ഭക്തനായ മനുഷ്യൻ, ലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ, ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ, ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പുകാരെന്ന് പറയാവുന്ന ഒരാൾ, പഴയ നിയമം ന്യായപ്രമാണം ജനത്തിന് നൽകിയ മനുഷ്യൻ, ഇങ്ങനെ എല്ലാ നിലയിലും വലിയൊരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി. ദൈവം ഒരിക്കൽ പറഞ്ഞു വെള്ളമില്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ജനത്തെ കൂട്ടിക്കൊണ്ടുപോയി പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. എന്നാൽ പാറയോട് കൽപ്പിക്കുന്നതിന് പകരം വടിയെടുത്ത് പാറയെ അടിച്ചു എന്ന് മാത്രമല്ല, ആകരുതാത്ത ചില ഭാഷകളെന്ന് പറഞ്ഞു. മത്സരികളെയും കുടിപ്പീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാറയെ അടിച്ചത്. ദൈവം മോശയോട് പറഞ്ഞു, മോശ തെറ്റിപ്പോയെന്ന് പറഞ്ഞു. ഞാൻ ഒന്നാമതിനോട് പറഞ്ഞു പാറയോട് കൽപ്പിക്കാനേ പറഞ്ഞുള്ളൂ, നീ പാറയെ അടിച്ചു, കോപം കാണിച്ച പാറയെ അടിച്ചു. നീ ജനങ്ങളോട് ആകരുതാത്ത വാക്ക് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ എന്നെ ജനങ്ങളുടെ മുൻപാകെ നീ സാങ്ക്ടിഫൈ ചെയ്തില്ല, വിശുദ്ധീകരിച്ചില്ല, അതുകൊണ്ട് നീ കനാൻ നാട്ടിൽ പ്രവേശിക്കില്ലെന്ന് പറഞ്ഞു. മോശയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. നമുക്കറിയാമല്ലോ, നമ്മൾ ഒന്നാം ക്ലാസ് തുടങ്ങി എല്ലാ ക്ലാസ്സിലും 100-ൽ 100 മാർക്ക് വന്നതായിരിക്കുന്ന ആൾ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം തെറ്റിച്ച് പോയി അവരെ പരാജയപ്പെടുത്തി. നീ അടുത്ത ക്ലാസ്സിലേക്ക് പോകില്ല, ഹയർ പഠനത്തിന് യോഗ്യനല്ലെന്ന് മുദ്ര സീൽ ചെയ്തു. കോളേജ് വിദ്യാഭ്യാസത്തിന് ഇനി യോഗ്യനല്ല. എന്തൊരു ദുഃഖവും എന്തൊരു പ്രയാസമുണ്ടോ. അതുപോലെയാണ് ദൈവം പറഞ്ഞു, നീ കനാനിൽ പ്രവേശിക്കാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞു, നീ അയോഗ്യനാണെന്ന് പറഞ്ഞു. അങ്ങനെ നിരസിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു അപേക്ഷയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ദൈവത്തോട് വളരെ വളരെ കണ്ണുനീരോടുകൂടെ മോശ പ്രാർത്ഥിച്ചു. തനിക്ക് ആഗ്രഹമായിരുന്നു താൻ ഈ 40 വർഷം നടത്തിക്കൊണ്ട് വന്നതായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ യോർദാൻ വിഭാഗിച്ച് അക്കരെ ഒന്ന് കടത്തി തൻ്റെ ദൗത്യം നിർവഹിച്ച് പോവുക എന്നുള്ളത്. ഇവിടെ തനിക്ക് നിർവഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ദൈവം മോശയെ വിളിച്ചെന്തിനാണ്? ഞാൻ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതായിരിക്കും ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാനാണ്. അതിനുവേണ്ടിയാണ് ദൈവം മോശയെ വിളിച്ചതും ദൈവം ഒരുക്കി കൊണ്ടുവന്നതും. പക്ഷേ മോശ ദൈവത്തെ വിശ്വസിക്കാതെ, ദൈവത്തെ വിശുദ്ധീകരിക്കാതെ ഇസ്രായേൽ മക്കളുടെ മുൻപിൽ അവനെ അങ്ങ് പോയി. അതുകൊണ്ട് പിസ്ക കൊടുമുടിയിൽ നിന്ന് കയറിക്കോളാൻ പറഞ്ഞു, കയറി ദേശം ഒന്ന് കണ്ടോളാൻ പറഞ്ഞു. ഒരു ബേർഡ്സ് ഐ വ്യൂ, നീ ഒരു വീക്ഷണം നീ ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. കനാൻ നാടിനെ നോക്കി മോശ തൻ്റെ കണ്ണുകളിലെ കാഴ്ച നിറച്ചു. ഒരുപക്ഷെ മോശ കാണിച്ച തെറ്റിൻ്റെ ഗൗരവം മോശ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടില്ല. പാറയെ അവിടെ കൽപ്പിക്കേണ്ട സ്ഥാനത്ത് പാറയെ അടിച്ചു എന്നത് വളരെ ഗൗരവമുള്ളൊരു തെറ്റായിരുന്നു. കർത്താവ് അടിക്കുക എന്ന് പറഞ്ഞാൽ അടിക്കുക, പറയുകയെന്ന് പറഞ്ഞാൽ പറയുക. നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകളെ വ്യാഖ്യാനിക്കാൻ, അങ്ങനെ ദുർവ്യാഖ്യാനിക്കാനൊന്നും അനുവാദമില്ല. നമുക്ക് തോന്നിയതുപോലെ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത് കർത്താവേ, നീ പറയാനാ പറഞ്ഞെങ്കിലും ഞാൻ മനസ്സിലാക്കി അടിക്കാനാ, നേരെ മുമ്പ് ഒരിക്കലും അടിച്ചാന്നല്ലോ. ഇതൊന്നും ദൈവസന്നിധി പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല. ആ പാറ ക്രിസ്തുവായിരുന്നു എന്നാണ് നാം ബുദ്ധിമുട്ടിലേക്ക് വരും പറയുന്നത്. ഇസ്രായേൽ മക്കളെ അനുഗമിച്ച പാറ അത് ക്രിസ്തുവായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവെ ഒരിക്കൽ മാത്രം ക്രൂശിക്കപ്പെട്ടാൽ മതി. കർത്താവിനെ രണ്ടാമതും ക്രൂശിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ ക്രൂശിച്ചതായിരിക്കുന്ന കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചെന്ന് കൃപാസനത്തിങ്കൽ പറഞ്ഞാൽ മതി. നാം പിന്നെയും കർത്താവിനെ ക്രൂശിക്കേണ്ട ആവശ്യമില്ല. കർത്താവിനോട് നമ്മൾ പിണക്കം കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉപദേശപരമായിട്ട് മോശ ചെയ്തത് വലിയൊരു തെറ്റാണ്. മോശ ഒന്നും മനസ്സിലാക്കിയൊന്നും അറിയില്ല, നമുക്കറിയില്ല. പക്ഷേ പ്രതീകാത്മകമായിട്ട് അതങ്ങനെയാണ്. നമ്മുടെ തെറ്റുകളിൽ പലതും അവിവേകമായി ചെയ്തു പോകുന്നവയാണ്. പക്ഷേ അതുകൊണ്ട് ആ തെറ്റുകളുടെ ഗൗരവമൊന്നും കുറയുന്നില്ല. തെറ്റ് ചെയ്യുന്നതായിരിക്കുന്ന വ്യക്തി ജനത്തിൻ്റെ നേതാവാകുമ്പോൾ തെറ്റിൻ്റെ ഗൗരവം വളരെ വളരെ വലുതായിത്തീരുകയാണ്. അങ്ങനെയാണ്.
നമുക്കറിയാമല്ലോ, നമ്മൾ തുമ്മിയാലും ചുമച്ചാലും ഒന്നും പേപ്പർ വരാറില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ ഒന്ന് തുമ്മിയാലും ചുമച്ചാലും അത് ഉടനെ പേപ്പർ വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ജനത്തിൻ്റെ നേതാക്കന്മാരാണ്. അതുകൊണ്ട് അവരുടെ പ്രവൃത്തികൾക്ക് വളരെ പ്രാതിനിധ്യ സ്വഭാവമുണ്ട്. അതിന് വളരെ മഹത്തരമായിരിക്കുന്ന സ്ഥാനമാണ് പ്രവൃത്തികൾക്ക് കൽപ്പിക്കപ്പെടുന്നത്. മോശ ചെയ്ത പ്രവൃത്തിയും അങ്ങനെ തന്നെയാണ്. മോശ ജനത്തിൻ്റെ നേതാവാണ്. അതുകൊണ്ട് മോശയ്ക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ ഒക്കുകയില്ല. നമ്മുടെ തെറ്റുകളിൽ പലതും അവിവേകമായി ചെയ്തു പോകുന്നതാണ്. അവിവേകമായിട്ട്, വിവേകമില്ലാത്തതുകൊണ്ട് തെറ്റിപ്പോകുന്നതാണ്. പക്ഷേ നാം എത്ര നല്ല ആത്മീയനായ വ്യക്തിയായാലും, മോശയെപ്പോലെ സൗമ്യനായാലും, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടത അനുഭവിച്ചവനായാലും, ഇസ്രായേൽ മക്കളുടെ നേതാവായിരുന്നാലും ശരി, നാം ചെയ്യുന്ന തെറ്റുകളെ ദൈവം അവഗണിക്കുകയില്ല. ദൈവം തെറ്റിനെ തെറ്റായി തന്നെ കാണുന്നവനാണ്. മനുഷ്യരായിരിക്കും നാം ആണെങ്കിൽ ചെറിയ ആളുകൾ ചെയ്യുന്ന തെറ്റിനെ ഗൗരവമായിട്ട് കാണും, വലിയ ആളുകൾ ചെയ്യുന്ന തെറ്റിനെ ഗൗരവമില്ലാതെ കാണും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ദൈവം അങ്ങനെയല്ല. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ടെന്താ തൻ്റെ തെറ്റിൽ നിന്ന് ഒഴിവാക്കിയില്ല. 4 മടങ്ങ് ശിക്ഷയാണ് കൊടുത്തത്. അപ്പോൾ നാം ചെയ്യുന്നതൊക്കെ വചനപ്രകാരം ശരിയായിരിക്കണം. ഒരു പ്രവൃത്തി തെറ്റായി ചെയ്ത ശേഷം അത് സംബന്ധിച്ച് വിലപിക്കുന്നത് കൊണ്ട് മാത്രം പ്രവൃത്തിയുടെ പ്രത്യാഘാതത്തിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല. മോശയുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. മോശയുടെ പ്രാർത്ഥന ജീവിതകാലം മുഴുവൻ കേട്ടവനാണ്. ഇസ്രായേൽ മക്കളെ ദൈവം നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞു. അതിന് പകരം മോശയും സന്തതിയും വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞു. മോശ കിടന്ന് പ്രാർത്ഥിച്ചു 40 രാവും 40 പകലും. ദൈവം അത് ചെയ്തില്ല. അത്ര വലിയ മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യൻ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠമെന്ന് പറഞ്ഞാൽ എന്താണ്? നാം വലിയവരായതുകൊണ്ട് നമുക്ക് തെറ്റിനെ കുറയ്ക്കാൻ സാധിക്കില്ല. നാം വലിയവരാകുമ്പോൾ നാം ചെയ്യുന്ന തെറ്റുകൾക്കും വലിപ്പം കൂടുകയാണ്, പ്രത്യാഘാതങ്ങൾ കൂടുകയാണ്. അതുകൊണ്ട് നിരസിക്കപ്പെട്ടതായിരിക്കുന്ന അപേക്ഷയുടെ പിന്നിലെ കാരണം എന്തെന്ന് നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതിരിക്കുവാനുള്ള സാഹചര്യങ്ങൾ നാം ഉണ്ടാക്കരുത്. സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ ശേഷം നാം എത്ര പ്രാർത്ഥിച്ചാലും പ്രയോജനമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ പ്രാർത്ഥനകൾ എത്തുമ്പോൾ അത് കേൾക്കത്തക്കവണ്ണം നീതിയുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.